അസ്സലാമലൈക്കും. അപ്പോൾ ഫസ്റ്റ് ഉംറ അങ്ങനെ കഴിഞ്ഞു, കുഴപ്പമൊന്നുമില്ല, ഭംഗിയെല്ലാം നടന്നു. അപ്പോൾ തന്നെ നമ്മൾ മുട്ടൊക്കെ അടിച്ച് ഇനി തവാഫല്ലേ, അത് ലാസ്റ്റ് കഴിഞ്ഞ നമ്മളിനി മദീനയിൽ പോകും. അങ്ങനെയൊക്കെയാണ്. ഫ്രൈഡേ ആയപ്പോൾ പിന്നെ തിരക്കിൻ്റെ എണ്ണം കൂടി വരാണ് ഗൈസ്. നല്ല തിരക്കായിരുന്നു, രക്ഷയില്ല. പിന്നെ തവാഫ് നമ്മൾ മുകളിലാണ് ചെയ്ത്, ഇവിടുന്ന് ചെയ്യാം, പക്ഷെ മുകളിൽ നമ്മൾ ചെയ്തു. പക്ഷെ ഇതിൻ്റെ രണ്ടിരട്ടി ഉണ്ട് നടക്കാനുണ്ട് അത്യാവശ്യം. തവാഫ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു, രക്ഷയില്ല. എല്ലാവർക്കും അവിടെ എത്താനുള്ള വിധി ഉണ്ടാവട്ടെ. ഓക്കെ, മക്കയിൽ നിന്ന് നൈറ്റ് ആകുമ്പോൾ നമ്മൾ മസ്ജിദുൽ ഖുബ എന്ന് പറഞ്ഞ മസ്ജിദിൽ പോയി. പിന്നെ അവിടെ നിന്ന് 2 റക്അത്ത് നിസ്കരിച്ച്, പിന്നെ അതിൻ്റെ കുറേ ചരിത്രങ്ങളൊക്കെ ഉസ്താദ് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ അതിലുള്ള സ്പേസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ആരും പേഴ്സണൽ മെസ്സേജ് തന്നെ ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയുണ്ട് മുട്ടൊക്കെ? ഈ പള്ളീൻ്റെ സ്ട്രക്ചർ കാണാൻ നല്ല രസമാണ്. ഫുൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ്, ഫുള്ളും തൂണായിക്കോട്ടെ, എന്ത് രസമാണെന്നറിയോ. നൈറ്റ് ആയതിന് പ്രത്യേക ഭംഗിയാണ്. അതിൻ്റെ അകത്തും നല്ല ഭംഗിയായിരുന്നു ഗൈസ്. പിന്നെ നമ്മളെ ബസ് നിർത്തി ഈത്തപ്പായൊക്കെ വെക്കുന്ന ഷോപ്പിലായിരുന്നു. കുറേ വെറൈറ്റീസ് ഈത്തപ്പായൊക്കെ ഉണ്ട്, നല്ല രസമായിരുന്നു കേട്ടോ. കുറേ വെറൈറ്റീസ് ഈത്തപ്പായൊക്കെ കണ്ടു. പിന്നെ നമ്മൾ വേറൊരു മസ്ജിദിൽ പോയി. മറ്റേ ബഹർ യുദ്ധമൊക്കെ നടന്നൊരു ഈ മലയിലാണ് അവരൊക്കെ നടന്നത്. ഇവിടുന്ന് കുറേ നബിമാരൊക്കെ കൊല്ലപ്പെട്ടു, അങ്ങനെ കുറേ ചരിത്രമൊക്കെ ഉണ്ട് ഉസ്താദ് അങ്ങനെ പറഞ്ഞു തന്നിരുന്നു. ഇവിടുന്ന് നമ്മളെന്ത് യാസീനെ കൂതിയിട്ട് അവർക്കെൻ്റെ ദ്വാരച്ചിട്ട് നമ്മൾ അവിടുന്ന് നേരെ മദീനയായിട്ടാണ്. അപ്പോൾ മക്കയിൽ പോയപ്പോൾ അധികം ഒന്നും എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റിയില്ല. ഫുള്ള് നമ്മൾ ഒന്നാമത് ടൈം തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് കുറച്ച് എക്സ്പ്ലോർ ചെയ്തത്. നമ്മൾ അതിന് വേണ്ടി വന്നതല്ല, എന്നാലും നമുക്ക് അത്യാവശ്യം ടൈമുണ്ട്. ഇവിടെ നമുക്ക് സുബഹി നിസ്കരിച്ചിട്ട് വേണം നമ്മൾ റൂമിൽ തിരിച്ച് പോവുകയാണെങ്കിൽ. അപ്പോൾ ഇവിടെ നമ്മൾ റോസ് ഐസ്ക്രീം അങ്ങനത്തെ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട്. നമ്മൾ റീലിൽ കാണുന്ന പോലെ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട്. അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ. ഒരു സുബഹി ഒക്കെ ആകുമ്പോൾ ഈ പള്ളി നിറയും. അത്യാവശ്യം നല്ല ക്രൗഡും ഉണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ നടന്നു പോകാൻ എന്ത് രസമാണെന്നറിയോ, രക്ഷയില്ല. ഇതിൻ്റെ ആ കൊട കാണാനും നേരിട്ട് കാണുമ്പോൾ പ്രത്യേക ഭംഗിയാണ് കേട്ടോ. മക്കയും മദീനയും കാണുമ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഇതുപോലെ എൻ്റെ പോലെ പോകാനുള്ള വിധി ഉണ്ടാവട്ടെ. ഇവിടെ വന്നപ്പോൾ ഓർമ്മ വന്നത് പണ്ടൊക്കെ ഉപ്പാൻ്റെ ഷോപ്പൊക്കെ ഇവിടെ ഏതോ ഒരു ഗേറ്റിൻ്റെ അവിടെ ആയിരുന്നു. ഇപ്പം ഉണ്ടെങ്കിൽ കാണായിരുന്നു, പക്ഷെ ഇപ്പം നാട്ടിലാണ്, അത് വേറെ കാര്യം. അതിൽ കൂടെ നടന്നു പോകുമ്പോൾ പ്രത്യേകത ഒരു ഫീലിംഗ് ആട്ടോ, ഒരു രക്ഷയില്ല. ഞാൻ ഈ പള്ളീൻ്റെ അകത്തേക്ക് ഇറക്കുമ്പോൾ ഇതിനുള്ളിൽ ഇത്രയും പേര് ആരും നിസ്കരിക്കാനാ. പക്ഷെ സുബയൊക്കെ ആയപ്പോഴാണ് എൻ്റെ പൊന്നു നിറഞ്ഞ്, ഇനി ബാക്കി സ്ഥലം വേണം, അത്രയ്ക്കും ആൾക്കാരായിരുന്നു. അതിൻ്റെ ഓരോ തൂണ കാണാൻ പ്രത്യേകത ഭംഗിയാട്ടാ.